നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കാന്താരി മുളക് കൊണ്ടുള്ള ഒരു പിക്കിളാണ് കേട്ടോ. ഇത് കാന്താരി മുളക് അല്ലാതെ സാധാരണ പച്ചമുളക് കൊണ്ടും ചെയ്യാം. പക്ഷെ പറയുന്ന അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം കാന്താരി മുളകിന് എരിവൊക്കെ ഇത്തിരി കൂടുതലാണല്ലോ. അതിനനുസരിച്ചിട്ടുള്ള പുളിയൊക്കെയാണ് ഇതിലെടുത്തിട്ടുണ്ടാവുക. വിനിഗർ ഇല്ലാതെ പുളി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന രീതി. ഇപ്പം മുളകൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് പഴയ കാലങ്ങളിലെ ആളുകൾ ഇങ്ങനെയാണ് മുളകൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുക ഒരു പിക്കിൾ ഫോമിൽ. പിന്നെ നമ്മൾ വിനീഗർ ചേർക്കുമ്പോൾ ഉള്ള അത്ര ഒരു ഷെൽഫ് ലൈഫ് ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഒരു 3 ആഴ്ച വരെയൊക്കെയാണ് മാക്സിമം ഇത് കേടാവാതെ ഇരിക്കുക. കാരണം പുളിയാണല്ലോ. പക്ഷെ 3 ആഴ്ച വരെ എന്തായാലും കേടുവരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം മുളക് മതി. ഒരു മുളക് എടുത്തിട്ട് ചാലിച്ചിങ്ങനെ ഉടച്ച് കൂട്ടിയാൽ തന്നെ നല്ല അസാധ്യ സ്വാദാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞിയുടെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെ, പിന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഇത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ എരിവ് ഇത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കാന്താരി മുളക് നമ്മളിങ്ങനെ ഉടച്ചിട്ടോ ചതച്ചിട്ടോ ഒന്നുമല്ല ചേർക്കണേ, മുഴുവനോടെയാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ മുളകെടുത്ത് അത് നല്ല കട്ട തൈരിൻ്റെ കൂടെ ചാലിച്ച് കൂട്ടി കഴിക്കാനും എല്ലാം സ്വാദാണ്. അപ്പോൾ വിനീഗർ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് പിക്കിൾ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടോളൂ. ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളക് പച്ച എടുത്തിട്ടുണ്ട്, വെള്ള കാന്താരി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് പഴുത്ത് നിൽക്കുന്നതും ഉണ്ട്. കാരണം ധാരാളമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് നമുക്കിപ്പോൾ കാന്താരി മുളക് കൊണ്ട് എന്തൊക്കെയാ ചമ്മന്തി അരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാലും അതിൽ കുറച്ചല്ലേ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാടായിട്ട് കിട്ടണ സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ വിനീഗറിൽ നമ്മൾ ഇട്ട് വെക്കാറുണ്ട് കാന്താരി മുളക്. അതും നല്ലതാണ്. ഇത് വിനീഗർ ഒഴിവാക്കി ചെയ്യണ ഒരു പിക്കിളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കയ്യിലൊരു 3 പിടിയോളം അളവിലാണ് മുളക് ഉണ്ടായിരിക്കുക. ഈ മുളകിന്റെ ഞെട്ടി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞെട്ടിയോട് കൂടി തന്നെ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു 2-3 തവണ കഴുകി എടുക്കണം. അതിനുശേഷം ഞെട്ടി കളയാതെ തന്നെ വേണം നമുക്കിതിനെ എന്താ പറയുക ഉപ്പിട്ടതാക്കി മാറ്റാനായിട്ട്. ഇനി പുളി എടുക്കുമ്പോൾ സാധാരണ നമ്മൾ എല്ലാത്തിലും പറയണത് നെല്ലിക്ക വലിപ്പത്തിൽ പുളി എന്നാണ്. പക്ഷെ ഇതൊരു അച്ചാറാണല്ലോ, അതുകൊണ്ട് തന്നെ പുളി കുറച്ചധികം, അതായത് ഇത്രയൊരു ചെറിയ ഉണ്ട നെല്ലിക്കായതിനേക്കാളും കുറച്ചധികം വലിപ്പത്തിൽ പുളി എടുക്കണം. ഒരു 15 മിനിറ്റ് നേരം ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം പുളി നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കാനായിട്ട്. ഇനി പുളി ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്കും ശർക്കര വേണം. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇതുപോലെ 2 അച്ച് ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരച്ച് ശർക്കര, കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1.5 അച്ച് വരെ മാക്സിമം എടുക്കാം. ഇതാണ് ശർക്കരയുടെ അളവ്. അത് ഉരുക്കി എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചതച്ചെടുത്താലും മതിയാവും. അപ്പോൾ ആദ്യം കൽച്ചട്ടിയിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് അതിൻ്റെ കരടൊക്കെ മാറ്റി അരിച്ചു പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലെടുക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിൽ വെള്ളത്തിലാണ് പുളി പിഴിയേണ്ടത്. അതിലേക്ക് ഞാനിപ്പോൾ ഒരച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് 1.5 അച്ച് വരെയും എടുക്കാം. ഒന്ന് എന്താ പറയുക കല്ലുകൊണ്ടൊന്ന് ചതച്ചിട്ടാണ് ശർക്കര ഇട്ടിരിക്കുന്നത്. കാന്താരി മുളക് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ ഞെട്ടിക്കളയാതെ മുഴുവനായിട്ട് വേണം. പിന്നെ നമ്മൾ വലിയ മുളക്, നീളത്തിലുള്ള പച്ചമുളക് ചെയ്യണ സമയത്ത് അതിനെ ഒന്ന് കുത്തിയിട്ടൊക്കെ ഇടും. ഇവിടെ കാന്താരി മുളക് മുഴുവനോടെയാണ് ഇടുന്നത്. ഉപ്പിന്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പിടേണ്ടത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. ഇപ്പം ഇവിടെ മുളക് ഈ ചതച്ചിട്ടോ അല്ലെങ്കിൽ കുത്തിയിട്ടോ ചെയ്യാത്ത എന്താ വെച്ചാൽ കാന്താരി മുളകിന് അല്ലാതെ തന്നെ നല്ല എരിവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ മുളക് പൊടിയുടെ ആവശ്യവും വരുന്നില്ല. അതുപോലെ മുളക് കുത്തണ്ടയോ കീറണ്ടയോ ചതക്കണ്ടയോ ഒന്നും ആവശ്യമില്ല. മുഴുവനോടെ കിടക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആവശ്യാനുസരണം നമുക്കത് ചാലിച്ച് കഴിക്കുമ്പോൾ എരിവ് തന്നെ വന്നോളും. ഇനി മുളക് വേവാൻ ഒരു വെള്ളം വേണമല്ലോ. 1 ഗ്ലാസ് പുളിവെള്ളം നമ്മൾ എടുത്തു, അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസും കൂടി വേവാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു പകുതി വറ്റിയ പാകം എത്തുമ്പോൾ പൊടിയായിട്ട് നമ്മളിവിടെ ആകെ ചേർക്കുന്നത് കായപ്പൊടി മാത്രമാണ്. അതുകൊണ്ട് 2 ടീസ്പൂൺ അളവിലാണ് കായപ്പൊടി ചേർക്കേണ്ടത്. എക്സ്ട്രാ മുളക് പൊടി, ഉലുവാപ്പൊടി അങ്ങനെയുള്ള വേറൊരു കാര്യങ്ങളും നമ്മളിതിൽ ചേർത്ത് കൊടുക്കണില്ല. ഒരു ഇത്തിരി നേരം ഒരു 20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ക്ഷമയോട് കൂടിയിട്ട് അതിനെ ഒന്ന് വറ്റിച്ച് വരുമ്പോൾ, വറ്റിക്കണം എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ സമയം ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ അത്ര ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലെ ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഇത്രയും വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഒരു തിക്കായിട്ട് പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മുളക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മുളകും പുളിയും ചേർത്തിട്ടുള്ള പുളിമുളക് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കാന്താരി മുളക് പിക്കിൾ എന്ന് പറയാം. ഇതിൽ ഇനി വറുത്തിടുകയും കൂടി ചെയ്യണം. വറുത്തിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചൂടാറിയ ശേഷം നല്ലൊരു ചില്ലിൻ്റെ ബോട്ടിലിൽ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 3 ആഴ്ച വരെ ഇരിക്കും കേട്ടോ. വറുത്തിടുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഉലുവയാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. 1.5 ടീസ്പൂണോളം ഉലുവ എടുക്കുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മാത്രമേ കടുകിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും. വറ്റൽമുളക് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യം മുളകിന് തന്നെ എരിവുണ്ടല്ലോ. അപ്പോൾ ഇതാണ് തനതായിട്ടുള്ള രീതിയിൽ, പഴയ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ
കാന്താരി മുളക് കൊണ്ടുള്ള നല്ലൊരു പിക്കിൾ. എല്ലാത്തിൻ്റെ കൂടെയും യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഒരു കുപ്പിയിൽ കൊണ്ടുപോകാനും നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.